ശ്രീ കുഞ്ഞികൃഷ്ണൻ, എന്താണ് കണ്ണൂരിലെ പാർട്ടിയിൽ സംഭവിക്കുന്നത്? സാധാരണ നിലയിൽ പാർട്ടി തീരുമാനം അണികൾ ശിരസാ വഹിക്കാറാണ് പതിവ് എങ്കിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ തന്നെ അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റി കൈക്കൊണ്ട് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവും പേരാവൂരിലെ സ്ഥാനാർത്ഥിത്വവും ഒക്കെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയാണ്. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിത്വവും എന്ത് സംഭവിക്കും? മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശരിയായ നിലപാടല്ല പാർട്ടി കൈക്കൊള്ളുന്നത് എന്ന ബോധ്യം പാർട്ടി നേതാക്കളിലും അണികളിലും അതിശക്തമായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുത്തരവാദി കേരളത്തിലെ CPM നേതൃത്വം തന്നെയാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങളിലും അടിയുറച്ചു നിന്നുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിച്ചാൽ അത് പാർട്ടിയെ ബോധ്യപ്പെടുത്തി പോകാൻ സാധിക്കും. അപ്പം അതാണ് മുൻകാലങ്ങളിൽ പരമാവധി ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിലും ഒറ്റപ്പെട്ട രീതിയിലുള്ള അപജയങ്ങളൊക്കെ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് പാർട്ടി നേതൃത്വം തന്നെ തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കാനും അതുപോലെ ബന്ധുക്കളെ, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാനും ഉള്ള ശ്രമങ്ങൾ ഈ പാർട്ടിക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയകാല പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കില്ല. കണ്ണൂർ പാർട്ടിയുടെ ആദ്യകാല സെക്രട്ടറി ആയിരുന്നു സഖാവ് AV തൊട്ടിങ്ങോട്ട് സഖാവ് ചടയൻ ഗോവിന്ദൻ വരെ, ചടയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നുവെന്ന് നമുക്കെല്ലാം അറിയാം. ആ കാലം വരെ പാർട്ടി താല്പര്യമല്ലാതെ വ്യക്തി താല്പര്യം നേതാക്കളെ നയിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു നില കണ്ണൂരിലെ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. ആധുനിക കാലത്ത് അഭ്യസ്തവിദ്യരായ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകാനും ഒക്കെ സന്നദ്ധമാകുന്ന നിലയിലേക്ക് ശരി ഈ പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും പണമുണ്ടാക്കുക എന്നതാണ് പുതിയ തലമുറയുടെ ഒരു രീതി എന്ന് 3 തവണ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച് കീഴേ തലം വരെ റിപ്പോർട്ട് ചെയ്ത തെറ്റുതിരുത്തൽ രേഖയുടെ ഭാഗമായി വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ആ തെറ്റുതിരുത്തൽ ക്യാമ്പയിൻ നടത്തിയത് പൊതുവായി വിശദീകരിക്കുന്ന രീതിയിലാണ്. തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ് ഈ കാര്യങ്ങൾ കീഴെ വിശദീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ പാർട്ടി നന്നാവുക? എങ്ങനെയാണ് ഈ പാർട്ടി രക്ഷപ്പെടുത്തുക? അല്ല ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഈ പാർട്ടിക്കകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കൗതുകം. പയ്യന്നൂർ രൂപം കൊണ്ടത് മുതൽ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ള നിയമസഭാ മണ്ഡലമാണ്. AV കുഞ്ഞമ്പു, സുബ്രഹ്മണ്യ ഷേണായി, MV രാഘവൻ, പിണറായി വിജയൻ, PK ശ്രീമതി, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കളൊക്കെ ജയിച്ച മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഇത്തവണ TI മധുസൂദനനാണ് CPIM സ്ഥാനാർത്ഥിയെങ്കിൽ അത് അംഗീകരിക്കപ്പെടുമോ? അവിടെ വിമത സ്ഥാനാർത്ഥി ഉണ്ടാവുമോ? വിമത സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം TI മധുസൂദൻ തെറ്റുകാരനാണ് എന്ന ബോധ്യം പയ്യന്നൂരിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കുമുണ്ട്. TI മധുസൂദനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന് പരസ്യമായി തന്നെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള പാർട്ടി മെമ്പർമാരും പാർട്ടി നേതാക്കന്മാരും ഉൾപ്പെടെ വലിയ വിഭാഗം ജനങ്ങൾ പയ്യന്നൂരിലെ പാർട്ടിയിലുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. എന്തു വന്നാലും തെറ്റുകാരെ സംരക്ഷിക്കുക എന്ന നിലപാടുമായി
പാർട്ടി നേതൃത്വം മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ ഒരു തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ടി.ഐ. മധുസൂദനാണോ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയായി വരിക എന്നിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചില്ല, പക്ഷേ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തിരിക്കുന്നത് ടി.ഐ. മധുസൂദന്റെ പേരാണ്. ടി.ഐ. മധുസൂദൻ ഒരു തവണയെ മത്സരിച്ചിട്ടുള്ളൂ. ഒരു തവണ മത്സരിച്ച എല്ലാ ആളുകൾക്കും ഇത്തവണ വീണ്ടും അവസരം കൊടുത്തിട്ടുണ്ട് കണ്ണൂരിൽ. താങ്കൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ടി.ഐ. മധുസൂദനൻ പയ്യന്നൂരിൽ മത്സരിച്ചാൽ താങ്കൾ മത്സരിക്കുമോ? അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം എൻ്റെ നിലപാട് ഞാൻ അറിയിക്കാം എന്നതാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്ന രീതിയിലാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ചൊരു നിലപാട് പ്രഖ്യാപിക്കാൻ പ്രയാസമുണ്ട്. പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം വന്നതിന് ശേഷം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ നിലപാട് ഞാൻ ജനങ്ങളെ അറിയിക്കും എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ശരി.